അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? കൈഫൽ ഹാൽ. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോ, അതായത് അറബി ക്ലാസ്സിൻ്റെ വീഡിയോ ലോങ് വീഡിയോ ആയിട്ടിടോ എന്ന്. ലോങ് വീഡിയോ ആയിട്ട് ഇൻസ്റ്റയിൽ ഇടാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ കുറച്ച് പാർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കാം. ആവശ്യമുള്ളവർ വന്നിട്ട് കണ്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഇൻസ്റ്റയിൽ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ അതായിരിക്കും നല്ലത്, കാരണം എപ്പോഴും സ്റ്റോറി ഇടാനോ അതിനൊന്നും നമുക്ക് ടൈം കിട്ടുന്നില്ല. ഓക്കെ, പിന്നെ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, ഞാൻ അത്ര വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല, കൈമണ്ടല്ല, അത്ര വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല. മീൻസ് ഞാൻ ഫാർമസിയിൽ ഗൾഫ് കൺട്രീസിൽ ഫാർമസിയിൽ വന്നപാട് എനിക്ക് അറബി നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ക്ലാസ്സിന് ചേർന്ന് ഞാനങ്ങനെ പഠിച്ച് ഫാർമസി റിലേറ്റഡ് ഇട്ടാണ്. നമുക്ക് ആ ഒരു ആവശ്യം പോരെ, നമുക്ക് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നാൽ പോരെ പേഷ്യൻ്റുമായിട്ട്. അപ്പം മീൻസ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കാരണം രോഗം അങ്ങനെയെല്ലാം സംസാരിക്കുന്നതായിട്ട് നമുക്ക് അറബി അറിയൽ മസ്റ്റാണ്. ഇവരെന്ത് പറയുന്ന എന്തിന് മെഡിസിൻ കൊടുക്കണമെന്ന് അറിയാതെ നമ്മളിങ്ങനെ പകച്ചു പോയി നിൽക്കുന്ന കുറേ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ നല്ല മറികടക്കാനാണ് ഞാൻ പഠിച്ചത്. അപ്പം പുതുതായിട്ട് ഇനി ഗൾഫ് കൺട്രീസിൽ പോയിട്ട് അറബി അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ സ്ഥലത്ത് ഓരോരോ, അതായത് ആ പ്രൊനൗൺസിയേഷനിലും ഡിഫറൻറ്റ് വരുന്നുണ്ട്. അതുപോലെ ഉണ്ടല്ല, അതായത് ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ ഒരു വേർഡ്, അതായത് വാങ്ങി എന്നുള്ള കാര്യം നമ്മൾ ചില സ്ഥലത്ത് മേങ്ങി എന്ന് പറയും, മേടിച്ചു എന്ന് പറയും, മാങ്ങി എന്ന് പറയും, അങ്ങനെയെല്ലാം പറയും. അപ്പം ഞാൻ അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള വേർഡാണ് പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങൾക്ക് അത് പല മീൻസ് ഇപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ ദുബൈയിലായിരിക്കും, ഞാൻ ഒമാനിലാണ്, ചിലർ സൗദിയിലായിരിക്കും. അപ്പം അങ്ങനെ അതിന് വേറെയും കൂടി വേർഡ് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു വേർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഇട്ട് വെക്കുക. ഇങ്ങനെയും കൂടി പറയാറുണ്ട് ഉണ്ടല്ലടാ, അപ്പം ഇങ്ങനെയും കൂടി പറയാറുണ്ട് എന്നൊന്ന് കമൻറ്റിൽ പറഞ്ഞ് വെച്ചോട്ടോ. ഓക്കെ, ടൈപ്പ് ചെയ്തിട്ടോ. അത് ബാക്കിയുള്ളവർക്ക് കമൻറ്റ് ബോക്സ് കാണുന്നവർക്കും അതൊരു ഉപകാരമായിരിക്കും, എനിക്കും കൂടി ഒരു നല്ല കാര്യമായിരിക്കും, കാരണം നമ്മൾ പഠിക്കുന്നത് നല്ലതല്ലേ. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നതും ഇങ്ങനെയും കൂടി പറയാറുണ്ട് എന്നിട്ട് കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർബ്സാണ് ഞാൻ എടുക്കുന്നത്. അതായത് വേർബ്സ് ഞാൻ കുറച്ച് സ്റ്റോറി ആയിട്ട് ഇട്ടതേ ഉള്ളൂ, ഞാൻ അതിന് പറയുന്ന വീഡിയോസൊന്നും ആയിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ വേർബ്സിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, അതായത് ഫസ്റ്റത്തെ നമ്മൾ കമ്മ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈജി എന്ന് പറയും, ഈജി എന്നും പറയും, ഈഗി എന്നും പറയും. ഓക്കെ, അതായത് അപ്പോൾ പലരും പറയും ഇപ്പോൾ വാന്നില്ലേന് നമ്മൾ താൽ എന്ന് പറയുന്നില്ലേ പറയും, താൽ എന്നും പറയുന്നുണ്ട്. അത് നമ്മൾ ഒരു മനുഷ്യനോട് ഇങ്ങോട്ടേക്ക് വാ അത് അങ്ങനെയാണ് താൽ. പക്ഷേ ഈ കമ്മെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കസ്റ്റമറെല്ലാം വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും മേടിച്ചു ചോദിക്കും, നമ്മളെ കയ്യിലില്ല, അപ്പം നമ്മളൊരു നമുക്ക് നാളെ വരും അങ്ങനെയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഈജി ഇൻഷാ അല്ലാ ബുക്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ, അപ്പം നാളെ വരും ബുക്ര ഈജി, ആ ഈജിയാണ് കേട്ടേക്കാം. ഓക്കെ, മറ്റേ വാ ഒരു ആരോടെങ്കിലും വാ താൽ അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോനെ നമ്മൾ പറയുന്നത് സീർ. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ ഈ സൈഡിൽ ഞാൻ എഴുതിയേക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ഓക്കെ, പിന്നെ ഞാൻ അറബിയിൽ എഴുതുന്നില്ല, എല്ലാവർക്കും അറബി എഴുതാനും വായിക്കാനൊന്നും അറിയുന്നില്ലല്ലോ. പിന്നെ മീൻസ് അതായത് ഈ അറബിയും നമ്മൾ പഠിച്ച അറബിയിൽ തമ്മിൽ നല്ലോണം വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ പണ്ട് മദ്രസയിൽ പഠിച്ച അറബി മറ്റേ ഫത്തഹും കസറും ലമ്മെല്ലായിട്ട് ഫുൾ ഹർക്കത്തായിരുന്നു. പക്ഷെ ഇവിടുത്തെ അറബിക്ക് ഹർക്കത്തൊന്നുമില്ല ഗൈസ്. അറബി പഠിച്ചിനെന്തറിയാം, ഖുർആൻ ഓതാനും അറിയാം, പക്ഷേ ഇവിടുത്തെ മീൻസ് എല്ലാം ഡിഫറെൻ്റ്. അത് ഇവിടെ വന്നവർക്കെല്ലാം അറിയാമായിരിക്കും. ഓക്കെ, സീർ ഗോ. ഓക്കെ, അടുത്തത് സീർ ഗോ മീൻസ് നമ്മൾ ഗെറ്റ് ഔട്ടെല്ലാം പറയണമെന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഗെറ്റ് ഔട്ടെല്ലാം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സീർ ബറ എന്ന് പറഞ്ഞാൽ പുറത്ത് സീർ ബറ അങ്ങനെയെല്ലാം പറയട്ടോ. ഓക്കെ, ചിലപ്പോൾ ചില അവസരങ്ങളിൽ നമുക്ക് ഗെറ്റ് ഔട്ട് അടിക്കേണ്ടി വരും. അപ്പോൾ അടുത്തതാണ് ടു ഡു ചെയ്യുന്നില്ല കാര്യത്തിന് സവ്വി എന്ന് പറയും, സവ്വി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു മെഡിസിൻ ഓർഡർ ചെയ്യും, അപ്പം നമ്മൾ അത് നാളെ വരും എന്നല്ല അങ്ങനെ പറയും. അപ്പം നമ്മൾ പറയും സവ്വി തലബി എന്ന് പറയും. അതായത് തലബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ എന്നാണ്. ഓക്കെ, സവ്വി എന്ന് പറഞ്ഞാൽ ചെയ്യും, അപ്പോൾ സവ്വി തലബി ഓർഡർ ചെയ്യും, അങ്ങനെയാണ് കേട്ടോ. ഒരു കാര്യത്തിന് സവ്വി ചെയ്യുന്നില്ലതാണ്. ഓക്കെ, അടുത്തത് ഡ്രിങ്കിനെ നമ്മൾ പറയും ഇഷ്റബ്. എന്താ പറയല്? ഇഷ്റബ്. ഓക്കെ, അടുത്ത കാര്യമാണ് ഹാവിനെ നമ്മൾ പറയും മൗഗൂദ് എന്ന് പറയും.
മൗഗൂത്ത്. ഇപ്പം നമ്മളോട് പേഷ്യൻ്റ് എന്തെങ്കിലും ചോദിക്കും ഇന്ന സാധനങ്ങളുണ്ടോ അങ്ങനെയാണ് ചോദിക്കും. അപ്പം നമ്മൾ പറയും മൗഗൂത്ത് ഉണ്ട്. പിന്നെ ഫീ എന്നും പറയട്ടെ. ഫീ എന്ന് പറഞ്ഞെങ്കിലും ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. മൗഗൂത്ത് എന്നും പറയാം. പിന്നെ അടുത്തത് സ്റ്റോപ്പിനെ നമ്മൾ പറയും വഖഫ് എന്ന് പറയും. വഖഫ് അതായത് ഇപ്പം നമുക്ക് ചിലപ്പം ചില മെഡിസിൻസെല്ലാം നമുക്ക് പേഷ്യൻ്റ് ചോദിക്കും ഇതിൻ്റെ കൂടെ ഇത് കഴിക്കാവോ. അപ്പം നമ്മൾ വഖഫ് സ്റ്റോപ്പ്, അവിടെ സ്റ്റോപ്പിൻ്റെ ഒരു ആവശ്യം. ഓക്കെ, വഖഫ്. പിന്നെ അടുത്തത് അതേപോലെ കണ്ടിന്യൂ എന്നില്ലെങ്കിൽ നമ്മൾ ഇസ്തിംബാർ എന്ന് പറയും. അതായത് ഇപ്പം നമുക്ക് പേഷ്യൻ്റ് ഏതെങ്കിലും ഒരു മെഡിസിന് ഇങ്ങനെ എടുക്കുന്ന സമയത്തെല്ലാം നമുക്ക് ഇതും കൂടി യൂസ് ചെയ്യാവോ എന്നെല്ലാം ചോദിക്കും. അപ്പം നമ്മൾ പറയും മാഫി മുഷ്കില, പ്രശ്നമില്ല, ഇസ്തിംബാർ, കണ്ടിന്യൂ. പിന്നെ അടുത്തത് വർക്ക് മീൻസ് ഇത് ഏത് വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് എന്തെങ്കിലും മിഷീനോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് നെബുലൈസർ അങ്ങനത്തെല്ലാം ആ ഒരു വർക്കാണ് കേട്ടോ. ആ വർക്കിനെ പറയുന്നത് ഇഷ്തഗുൽ എന്നാണ്. ഇഷ്തഗുൽ അതായത് ഇപ്പോൾ എന്തെങ്കിലും നമ്മളോട് നെബുലൈസറോ കാര്യങ്ങളോ വാങ്ങി പിറ്റേന്ന് പേഷ്യൻ്റ് വന്നിട്ട് പറയുന്നത് ഇത് ഇഷ്തഗുൽ വർക്ക് എന്ന് പറഞ്ഞെങ്കിൽ നോ ഇല്ലാന്ന്. ഓക്കെ, മീൻസ് ഇഷ്തഗുൽ എന്ന് പറഞ്ഞെങ്കിൽ വർക്ക് ചെയ്യുന്നില്ലാന്ന്. ഓക്കെ, ലാന് ഇപ്പം നമുക്ക് അതായത് ഇപ്പം പറയുമ്പം അതായത് ലാ എന്നുള്ളൊരു വേർഡ് ഉണ്ട്. ലാ എന്ന് പറഞ്ഞെങ്കിൽ ഇല്ലാന്ന് പറയും. നോനെ ലാന്നും പറയും. ലാ. അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാൻ എന്നും കൂട്ടും. ഓക്കെ, ഇഷ്തഗുൽ വർക്ക് ചെയ്യുന്നില്ല, ഇഷ്തഗുൽ എന്ന് പറഞ്ഞാൽ വർക്ക്. അപ്പം മനസ്സിലായോ? അങ്ങനെയാണ് ഇഷ്തഗുലിൻ്റെ അർത്ഥം. അടുത്തത് റീച്ച് എന്ന് പറയണ്ടല്ലോ. റീച്ച് എന്ന് പറഞ്ഞെങ്കിൽ വസ്സൽ. ഇനി ഗോട്ട് മീൻസ് ആ ഗോട്ടല്ല, ആടല്ല, ഗോട്ടിനെ പറയും ഹസലിന് ഗോട്ടിനെ പറയും. അടുത്തത് ടേക്കിനെ പറയലാണ് ഷീൽ. ഇപ്പം നമ്മളോട് പേഷ്യൻ്റ് ചില പേഷ്യൻ്റിൽ മറ്റേ ഫസ്റ്റ് എന്നോട് പറയും ഹാസ് എ ഷീൽ എന്ന് പറയും. ഞാനിങ്ങനെ എന്താ പഠിച്ചത്. പിന്നെ ശരിയായിട്ടാ. ഹാസ എന്ന് പറയുമ്പോൾ അത്, ഷീൽ എന്ന് പറഞ്ഞാൽ എടുക്കാം. ഹാസ ഷീൽ, മനസ്സിലായോ? അതെടുക്കാം. ഷീൽ എന്ന് പറഞ്ഞാൽ ടേക്ക്. അടുത്തതാണ് പുട്ട് എന്ന് പറയുന്നത് റക്കബ് എന്നാണ് പുട്ട്. ഓക്കെ, റക്കബ് പുട്ട്. അതായത് ഇപ്പം നമുക്കിപ്പം അമോക്സിലിൻ സിറപ്പെല്ലാം നമ്മൾ കൊടുത്തിട്ട് പിന്നെ നമുക്ക് പറയാനുണ്ടാവും. അതായത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കണം. അപ്പം നമ്മളെന്ത് പറയും? ബാദൈൻ മിക്സിങ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. ബാദ് എന്ന് പറഞ്ഞെങ്കിൽ ശേഷം. ഓക്കെ, ആഫ്റ്റർ. അപ്പോൾ ബാദൈൻ മിക്സിങ്, റക്കബ്, ദാഖൽ, ജലാജ. റക്കബ് എന്ന് പറഞ്ഞാൽ പുട്ട്, ദാഖൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത്, ജലാജ. മനസ്സിലായ? പിന്നെ റക്കബിൻ്റെ ഇത്. ഓക്കെ, അടുത്തത് കൗണ്ട്, നോർമൽ കൗണ്ട്. അതിനെ ഹിസാബ് എന്ന് പറയും. പിന്നെ റിട്ടേൺ. മെയിനായിട്ട് നമുക്ക് പിറ്റേന്ന് വന്നിട്ട് ഇത് വേണ്ട ഇർജ എന്നല്ല പറയും. ഇർജ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? റിട്ടേൺ. ഇർജ എന്ന് പറഞ്ഞെങ്കിൽ റിട്ടേൺ. പിന്നെ വേറെ തർജി എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. റിട്ടേൺ. ഓക്കെ, തർജി എന്നും കൂടി പറയാറുണ്ട്. രണ്ടും ഉണ്ട്. പിന്നെ അടുത്തത് ഇപ്പം നമ്മളോട് പേഷ്യൻ്റ് വീണോ, അതായത് താഴെ വീണു എന്നെല്ലാം പറയുന്നത് തീഹ് ആണ്. ഫാൾ ഡൗൺ. ഓക്കെ, അടുത്തത് ഗോ ഡൗൺ നസൽ എന്ന് പറയും. പിന്നെ ഗോ ഡൗൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഗോ ഡൗൺ നസൽ എന്ന് പറയും. മുണ്ടലാതമ. അടുത്തത് ഗോ അപ്പ് ഇർഫ. ഞാനൊക്കെ ഇപ്പം ഫസ്റ്റ് പറയാല്ലേ, ഇപ്പം നമ്മൾ തെറ്റൊന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും പറയാതിരിക്കരുത്. മനസ്സിലായ? തെറ്റിപ്പോവും, അയ്യോ നാണക്കടായി പോകുന്നെല്ലാം മറ്റു നമ്മളൊന്നും പറയരുത്. നമ്മൾ പറയണം. തെറ്റിക്കൊണ്ട് പ്രശ്നമില്ല. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും വേർഡ് പറയുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും തെറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും നമ്മൾ ഇൻസൾട്ട് ചെയ്യില്ല. അവരത് കറക്റ്റാക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരും. അതൊരു കറക്റ്റ്. ഞാൻ ഒരുപാട് മീൻസ് ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്താക്കും, എഴുതിയത് ഇങ്ങനെ ഒരു നോട്ടാക്കി ഇങ്ങനെ വെക്കൂട്ടാം. പക്ഷേ ഞാൻ ഓരോന്നിങ്ങനെ എറിഞ്ഞെടുത്തോണ്ട് വെക്കും. പക്ഷെ ആ പേഷ്യൻ്റ് അതൊക്കെ കറക്റ്റ് സെൻറ്റൻസ് ആക്കി പറഞ്ഞു തരും ഇങ്ങോട്ടേക്കും. അപ്പോൾ നമ്മൾ തെറ്റെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയാതിരിക്കരുത്. നമ്മൾ അറിയുന്ന കാര്യം എന്തറിയുന്നത് അത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അടുത്തത് പിന്നെ നമ്മൾ ഈ അറിയുന്ന കാര്യം ബാക്കിയുള്ളവർക്ക് പകർന്നും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. കാരണം നമ്മൾ വേറുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തതാണ് സ്ലീപ്പ് നൗമാണ് കേട്ടോ. നൗം. ഓക്കെ, അടുത്തത് സ്ലീപ്പ് നൗം. അതായത് ഇപ്പോൾ നമുക്ക് പല മെഡിസിൻസ് എല്ലാം ഉണ്ട്. HS, അതായത്
ബെഡ് ടൈം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയും? കബലൽ നൗം. കബൽ എന്ന് പറഞ്ഞെങ്കിൽ ബിഫോർ, അപ്പോൾ കബലൽ നൗം. ഉറക്കിന് സ്ലീപ്പിന് മുമ്പ് എടുക്കണം. ഓക്കെ. ചിലപ്പം ഒരു പേഷ്യൻ്റ് വരും ഇരീദ് ഹബൂബ് മിഷാൻ നൗ, ഉറക്കിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് വേണമെന്നല്ല, ഇരീദ് എന്നെല്ലാം പറഞ്ഞെങ്കിൽ വേണം, വാണ്ട് ആ ഒരർത്ഥം. ഓക്കെ. അടുത്തത് റിമെമ്പർ. ഒരു കസ്റ്റമറെല്ലാം വന്നിട്ട് ചോദിക്കാം ഓർമ്മയുണ്ടോ റിമെമ്പർ, ഇത് റിമെമ്പർ. അപ്പോൾ റിമെമ്പറിന് പറയും നമ്മൾ തസക്കർ, തസക്കർ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും നെസിയ പറയും. നെസിയ എന്ന് പറഞ്ഞത് ഫോർഗെറ്റ്, മറന്നുപോയി, അങ്ങനെയല്ലേ ഞാൻ. ഓക്കെ. അപ്പോൾ റിമെമ്പർ, തസക്കർ. ഓക്കെ. ഫോർഗെറ്റ്, നെസിയ. അടുത്ത കാര്യമാണ് അടുത്തത് ട്രൈ. ട്രൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജറബ്. ഓക്കെ. ജറബ് അതായത് അധികം ഓരോരോ പേഷ്യൻ്റ് എല്ലാം ഓരോരോ കോസ്മെറ്റിക്സ് എല്ലാം ഇങ്ങനെ എടുക്കും. അന്നേരം എന്നോടെല്ലാം ചോദിക്കും ഫായദ ഉണ്ടാവും എന്നല്ല ചോദിക്കും. അപ്പോൾ ഞാൻ പറയും അനത്ത ജറബ്, അനത്ത ജറബ്, അടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജറബ് ട്രൈ ആക്കും, അനത്ത സൗവി ജറബ്, സൗവിന്ന് കൂട്ടാം. ഓക്കെ. സൗവി ചെയ്യും, ട്രൈ ചെയ്യും. അടുത്തതാണ് സെൻഡ്. സെൻഡിന് നമ്മൾ പറയും തറഷ് എന്ന് പറയും. ഓക്കെ. തറഷ്. അടുത്തത് ഏബിൾ. ഏബിളിനെ പറയും യുംകിൻ എന്നും പറയും, ഇക്തർ എന്നും പറയും. ഓക്കെ. മുംകിൻ, 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 ഇക്തർ. അടുത്തത് റീഡ്. റീഡിനെ നമ്മൾ ഇക്ര എന്ന് പറയും. ഓക്കെ. ഇക്ര. അടുത്തത് റൈറ്റ്. റൈറ്റിനെ സജ്ജൽ എന്നും പറയും, സജ്ജൽ എന്നും പറയും, ഇക്തുബ് എന്ന് പറയും. അടുത്തത് ആസ്ക്. ആസ്കിനെ പറയുന്നത് സുവാൽ എന്നാണ്, സുവാൽ. ഓക്കെ. ആസ്ക്. അടുത്തത് ആൻസർ. ആൻസറിനെ പറയുന്നത് ജവാബ്. ഓക്കെ. പിന്നെ പ്രോമിസ്. പ്രോമിസ് വാറ്റ്. അടുത്തത് സി. സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഫ് എന്നാണ് കേട്ടോ. ഷുഫ്. ഇപ്പം നമ്മൾ പേഷ്യൻ്റ് എന്തെങ്കിലും വാട്സപ്പിൽ ഇങ്ങനെ അപ്പോൾ നമ്മൾ പറയും ഷുഫ്, ഷുഫ്. അത് ഷുഫ് എന്ന് പറഞ്ഞാൽ സി, ഷുഫ്. നോക്ക്. ഓക്കെ. അടുത്തത് ഷിക്കായ. ഷിക്കായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഷിക്കായ. അടുത്ത ലോസ്. ലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസാറ. അടുത്തത് സ്മോക്ക്. സ്മോക്ക് തതുക്കി. അതെല്ലാം ഓർത്ത് വെച്ചോ, കാരണം ആവശ്യം വരും. സ്മോക്ക് തതുക്കി. പിന്നെ അടുത്തത് ഹിയർ. ഹിയർ കേൾക്കുന്നതിന് സെമിയാണ്, സെമിയാണ് എന്ന് പറയും. ഓക്കെ. അടുത്തത് ബോണ്. ജനനത്തിന് പറയുന്നത് യൂലിത്ത് എന്നാണ് കേട്ടോ, യൂലിത്ത്. പിന്നെ ഡൈ. ഡൈനെ പറയും യാ മൗത്ത്, യാ മൗത്ത്. ഓക്കെ. യാ മൗത്ത്. അതായത് ഈ മൗത്ത് പേഷ്യൻറ്റിനോട് പറയരുത്, മൗത്ത്, മൗത്ത് എന്നൊന്നും പറയരുത്. മൗത്ത് എന്ന് പറഞ്ഞാൽ മരണമാണ്. ഓക്കെ. വായിനെ നമ്മളെന്ത് പറയും? ഫം എന്ന് പറയും, ഫം. ഓക്കെ. ഡൈനെ പറയുന്നതാണ് യാ മൗത്ത്. അടുത്തത് ഗിവ്. ഗിവ് എന്ന് പറഞ്ഞാൽ ആത്തി. പിന്നെ അതെല്ലാം ഓർത്ത് വെക്കുക. ആത്തി, അത്തിനി, അത്തിനി, ഗീവ് മീ, ഗീവ് മീ, ആത്തി, 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 ഗീവ്. ഓക്കെ. അടുത്തത് ബൈ. ബൈനെ പറയുന്നത് നമ്മൾ ഇഷ്തരി. ബൈ നമ്മൾ ഇതെല്ലാം നമുക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെയാണ്. ഇഷ്തരി, ഇഷ്തരി. ഓക്കെ. ഇഷ്തരി എന്ന് പറഞ്ഞാൽ ബൈ, വാങ്ങുക. അടുത്തത് ബിഗിനിങ്. ബിഗിനിങ് ബിദായ. എൻഡ് ബിഗിനിങ് എല്ലാം ഇങ്ങനെ ബിദായ അതൊന്നും എന്നാലും നിങ്ങൾ അത്ര വലിയ ഉപയോഗിക്കേണ്ടി വരുന്നില്ല, എന്നാലും ആവശ്യം വരും, പഠിച്ചു വെക്കാം. ഓക്കെ. ബിഗിനിങ് ബിദായ. അതുപോലെ എൻഡ്, ഇൻതഹീട്ടാ, എൻഡ്. പിന്നെ അടുത്തത് പേ. പേ ഇദ്ഫ. അടുത്തത് യൂസ്. യൂസിന് നമ്മൾ 2 വേർഡ് പറയും. യൂസ് ഇസ്തിഖ്ദാം എന്നും പറയും, ഇസ്തിഅമാൽ എന്നും പറയും. ഓക്കെ. 2 വേർഡ്, ഇസ്തിഅമാലും ഇസ്തിഖ്ദാം. ഇതിന് യൂസ് എന്ന് പറയും. അത് നമുക്ക് മെയിനായിട്ട് നമുക്കത് അറിയേണ്ട കാര്യം, കാരണം യൂസ് എല്ലാം ഫാർമസിയിൽ വളരെ യൂസാണ്. ഓക്കെ. അടുത്തത് എൻഡർ. എൻഡർ ദക്കാല, എക്സിറ്റ്, മഹറജ്, നീഡ്. നീഡിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എരീദ്. എരീദ് എന്നും പറയും, യാബി എന്നും പറയും കേട്ടോ. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയില്ല, അറിയുന്നവരുടെ കമൻറ്റ് ഇടും. ഓക്കെ. അടുത്തത് തിങ്ക്. തിങ്ക്. തിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫക്കർ. പിന്നെ അടുത്തത് ഷുവർ. ഷുവർ. ഷുവറിൽ നമുക്ക് ഒരുപാട് കേൾക്കും. മീൻസ് അക്കീദ് എന്ന് പറയും, അക്കീദ്. നമ്മളെന്ന് പറയുമ്പം മിണ്ടല്ല എന്തെങ്കിലും പറയുമ്പോൾ പേഷ്യൻ്റ് കേൾക്കും അക്കീദ്, ഷുവർ, അക്കീദ്. പിന്നെ അടുത്തത് കംപ്ലീറ്റ്. കംപ്ലീറ്റ് എന്ന് പറയുമ്പം കാമിൽ എന്ന് പറയും. അതായത് ഇപ്പം പേഷ്യൻറ്റിനോട് നമ്മൾ പേഷ്യൻ്റ് എന്തെങ്കിലും മെഡിസിൻ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും ബോക്സ് തന്നെ വേണമെന്ന് ചോദിക്കും. എരീദ് കാമിൽ, എരീദ് കാമിൽ, അതായത് ഫുള്ളും വേണമെന്ന്, ബോക്സ് ഫുള്ളും വേണമെന്ന്. അപ്പോൾ അവർ പറയും ഇല്ല മഫിനോ അങ്ങനെ എന്തെങ്കിലും പറയും. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കണം എരീദ് വാഹിദ് ഷരീദ്. വാഹിദ് ഷരീദ്, ഷരീദ് വാഹിദ് എന്നാണ് അതിൻ്റെ കറക്റ്റ് കേട്ടോ. ഞാൻ ഫസ്റ്റ് പറയലുണ്ടായത് വാഹിദ് ഷരീദ് എന്നാണ്, അങ്ങനെ പറയാൻ പാടില്ല. ഷരീദ് വാഹിദ് എന്ന് പറയണം. ഷരീദ് വാഹിദ്, അതായത് ഒരു ഷരീദ് എന്നാണെങ്കിൽ സ്ട്രിപ്പ്. ഓക്കെ. സ്ട്രിപ്പ്. വാഹിദ് എന്ന 1. ഓക്കെ. എരീദ് ഷരീദ് വാഹിദ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ എരീദ് കാമിൽ. കാമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സ്.
ഓക്കെ, അപ്പം വേർബ്സ് ഇത്ര കഴിഞ്ഞു. ബാക്കി ക്ലാസ് ബോറടിപ്പിക്കുന്നില്ല, 15 മിനിറ്റെല്ലാം കഴിഞ്ഞില്ലേ. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സും ഇതുപോലെ ഞാൻ കുറച്ച് പാർട്സായിട്ട് ഇടാം. ഓക്കെ, എല്ലാവരോടും ബൈ ബൈ, അസ്സലാമു അലൈക്കും.